ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന് ഹൈക്കോടതി. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ വേളയിലാണ് ഹൈക്കോടതിയുടെ നിർണായക പരാമർശം. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നുള്ള ചലച്ചിത്ര ഗാനവരികൾ ഹൈക്കോടതി ഉദ്ധരിക്കുകയും ചെയ്തു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നു. രേഷ്മ, നമുക്കറിയാം, ഒരു ചലച്ചിത്ര ഗാനത്തിന്റെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിർണായകമായ നിരീക്ഷണം നടത്തിയത്. കൂട്ടക്കവർച്ചയെന്നാണ് ഹൈക്കോടതി പറയുന്നത്. മറ്റെന്തൊക്കെയാണ് കോടതി പറയുന്നത്? അമൽ, ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ 3 പ്രതികളുടെ, അതായത് എ പത്മകുമാർ, ഗോവർദ്ധൻ, മുരാരി ബാബു, ഈ 3 പ്രതികളുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയ ഉത്തരവിലാണ് ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള ചില നിരീക്ഷണങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ളത്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയാണ്. അതായത് അയ്യപ്പന്റെ സ്വത്ത്, ഭഗവാന്റെ സ്വത്ത് കൂട്ടം ചേർന്ന് പ്രതികൾ കൊള്ളയടിച്ചു എന്നുള്ളതാണ് ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള കണ്ടെത്തലും നിരീക്ഷണവും. SITയുടെ തെളിവുകൾ പരിശോധിക്കുമ്പോൾ പ്രഥമ ദൃഷ്ട്യാ കുറ്റകൃത്യം വ്യക്തമാണ്. കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചതിന്റെ തെളിവുകളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് SIT സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, 4147 ഗ്രാം സ്വർണമാണ് ഈ പ്രതികളൊക്കെ തന്നെ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചത്. അതിൽ പക്ഷേ 474.96 ഗ്രാം സ്വർണം മാത്രമേ വീണ്ടെടുക്കുവാൻ സാധിച്ചിട്ടുള്ളൂ. ഈ കവർച്ച ചെയ്ത ബാക്കി സ്വർണം എവിടെ എന്നുള്ളൊരു ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചിട്ടുള്ളത്. ആ സ്വർണം എത്രയും വേഗം കണ്ടെത്തേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പ്രതികൾക്കാർക്കും തന്നെ ജാമ്യം കൊടുക്കാനാകില്ല. പ്രത്യേകിച്ച് പത്മകുമാർ ഉൾപ്പെടെയുള്ള പ്രതികൾ വലിയ സ്വാധീന ശക്തിയുള്ള വ്യക്തികളാണ്, നേതാക്കന്മാരായിട്ട് ഇരുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകുന്നത് തെളിവുകളൊക്കെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഹൈക്കോടതി കണക്കുകൂട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ SIT നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഹൈക്കോടതി ഈ 3 പേരുടെയും ജാമ്യാപേക്ഷകൾ തള്ളിയിരിക്കുന്നത്. മറ്റ് ചില സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത്, ഈ ഉത്തരവ് ഏറ്റവും ഒടുവിൽ അവസാനിക്കുന്നത് അദ്വൈതം സിനിമയിലെ ചില ഗാനത്തിലെ ഈരടികൾ അത് ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലെ ഈരടികൾ മുഴുവനും ഹൈക്കോടതി ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഉദ്ധരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്, ഈ പ്രതികൾക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ കേൾക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കും ജാതിക്കും മതത്തിനും അതീതമായിട്ട് അവർ ആദ്യമേ ചിന്തിക്കുന്നത് ഈ ഗാനത്തിലെ ഈരടികൾ തന്നെയാണ്, അവരെ അസ്വസ്ഥമാക്കുന്നതും ആ വിഷയം തന്നെയാണ് എന്നുള്ളതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. മറ്റൊന്ന് അമലെ, ഏറ്റവും കൂടുതലായിട്ട് വിമർശനം ഉണ്ടായിട്ടുള്ളത് KP ശങ്കരദാസിന്റെ കാര്യത്തിൽ തന്നെയാണ്. കാരണം ഇതേ ബെഞ്ച് തന്നെയാണ് ഈ ജാമ്യാപേക്ഷകളിൽ വാദം കേട്ട ഘട്ടത്തിൽ KP ശങ്കരദാസിനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത്, മാത്രമല്ല ചിലരിലേക്ക് മാത്രം SITയുടെ അന്വേഷണം ഒതുങ്ങുന്നു എന്നുള്ളൊരു വിമർശനം ഉണ്ടായത്. അത് കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് ശങ്കരദാസിന്റെ അറസ്റ്റ് കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായത് എന്നുള്ള ഒരു കാരണം കാണിക്കൽ, അല്ലെങ്കിൽ കാരണം സംബന്ധിച്ചുള്ള ഒരു വിശദീകരണമാണ് നിരീക്ഷണം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ KP ശങ്കരദാസ് എന്ന് പറയുന്ന വ്യക്തി ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണവുമായിട്ട് സഹകരിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംശയം നിഴലിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹൈക്കോടതി ഏറ്റവും പ്രസക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതുകൊണ്ട് മാത്രം അറസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ശങ്കരദാസിന്റെ അറസ്റ്റ് ഏറെ വൈകി എന്നുള്ള വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം അറസ്റ്റ് വൈകിപ്പിച്ച എന്തു കാരണം കൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഹൈക്കോടതി ഉന്നയിക്കുന്നുണ്ട്. മകൻ DIG ആണ് എന്നുള്ള പരാമർശവും ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമായിട്ടും ശക്തമായിട്ടും പറയുന്നുണ്ട്. മറ്റൊന്ന്, ശങ്കരദാസിന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് ഹൈക്കോടതിക്ക് ചില സംശയങ്ങളും ഒക്കെ തന്നെ ഉള്ളത്. ചില അവിശ്വാസ്യത ഹൈക്കോടതിക്കുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള രോഗം തന്നെയാണോ ശങ്കരദാസിനുള്ളത്, ഇത് സംബന്ധിച്ച് വ്യക്തത വേണമെന്നുള്ളതാണ് ഹൈക്കോടതി ഇന്ന് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. പത്മകുമാറിന്റെയും ഗോവർദ്ധന്റെയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിന്റെ ഒക്കെയാണ് ജാമ്യാപേക്ഷകൾ തള്ളിയതെങ്കിലും ശങ്കരദാസ് എന്നുള്ള വ്യക്തിക്ക് ഈ SITയുടെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ തെളിവുകൾ പ്രകാരം ഈ ഒരു കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്ന് ഹൈക്കോടതിക്ക് ബോധ്യമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ശങ്കരദാസിന്റെ രോഗം ഗുരുതരമാണോ എന്ന് പരിശോധിക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ
എത്തിക്കൽ ബോർഡ് യോഗം ചേർന്ന് കൃത്യമായിട്ട് അതിൻ്റെ വിലയിരുത്തലുകളും റിപ്പോർട്ടായിട്ട് വിശദാംശങ്ങളൊക്കെ തന്നെ ജനുവരി 27 മുൻപ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം, രജിസ്ട്രാർ മുഖേന ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നുള്ളതാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ ശങ്കരദാസിന്റെ കാര്യത്തിൽ ഹൈക്കോടതി സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. 2 തവണ ശങ്കരദാസിന്റെ അറസ്റ്റ് ഇല്ലാത്തതിനെ ഹൈക്കോടതി ചോദ്യം ചെയ്തിരുന്നു. തൊട്ട് പിന്നാലെയാണ്, രണ്ടാമത്തെ വിമർശനത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് SIT സംഘം ആശുപത്രിയിലെത്തി ശങ്കരദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അന്നും ഹൈക്കോടതി പറഞ്ഞത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ മകനായതുകൊണ്ട് ഇത്തരത്തിൽ അച്ഛന്റെ പിതാവായിട്ടുള്ള ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകിപ്പിക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു SIT സംഘത്തിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മറ്റൊന്ന്, പത്മകുമാറിന്റെ സ്വാധീന ശക്തി തന്നെയാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതായത് പത്മകുമാർ എന്ന് പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, അത് മാത്രമല്ല മുൻ MLA ആണ്, CPMന്റെ നേതാവായിരുന്ന വ്യക്തിയാണ്. അതുകൂടാതെ തന്നെ വലിയ രീതിയിലുള്ള സ്വാധീന ശക്തി അദ്ദേഹത്തിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ അന്വേഷണം മുറുകുന്ന അല്ലെങ്കിൽ മറ്റൊരു നിർണായക ഘട്ടത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ പത്മകുമാറിന് ഉൾപ്പെടെ ജാമ്യം നൽകുന്നത് അത് ദോഷകരമായിട്ട് കേസിന്റെ അന്വേഷണത്തെ ബാധിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലും ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് ജാമ്യം നൽകാനാകില്ല എന്ന നിലപാടും ഹൈക്കോടതി സൂചിപ്പിച്ചു. അതുകൂടാതെ മുരാരി ബാബുവിൻ്റെ കാര്യത്തിൽ പക്ഷേ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് മുരാരി ബാബു 90 ദിവസമായിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിന് മുരാരി ബാബുവിന് അർഹതയുണ്ട്. ഈ ജാമ്യ ഹർജിയിൽ പക്ഷേ ജാമ്യം നൽകാനാകില്ല. വീണ്ടും ഹൈക്കോടതിയോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അത്തരമുള്ള ഒരു അവകാശം മുരാരി ബാബുവിന്, സ്വാഭാവിക ജാമ്യത്തിനുള്ള അവകാശം വിനിയോഗിക്കാമെന്നാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ശങ്കരദാസിനെ വിടാതെ പിന്തുടരുകയാണ് ഹൈക്കോടതി. ശങ്കരദാസ് എന്ന് പറയുന്നത് പത്മകുമാറിന്റെ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്ന വ്യക്തിയാണ്. ഈ പറയുന്ന പത്മകുമാറും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു ചേർന്നു. ശ്രീ RV ബാബു, നമുക്കറിയാം ഇപ്പോൾ ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു നിർണായക നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ഒരു ചലച്ചിത്ര ഗാനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഒരു സുപ്രധാനമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കവർച്ച നടത്തുന്നത് കൂട്ടക്കവർച്ചയാണെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. എങ്ങനെ നോക്കിക്കാണുന്നു? ഹൈക്കോടതിയുടെ ഇതപര്യന്തമുള്ള ആദ്യത്തെ കമന്റ് അല്ല ഇത്തരം ഈ സ്വർണ്ണ കവർച്ചയെ കുറിച്ച്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന് പ്രതികളോടായിട്ട് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞത് ഹൈക്കോടതി. ഇത് കൊടും കൊള്ളയാണ്, കൂട്ടക്കവർച്ചയാണ്, റോബറിയാണ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു റോബറിയാണ്, അല്ലെങ്കിൽ ഡക്കോയിറ്റ് ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പേര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളതിന് പകരം തിരുവിതാംകൂർ ഡക്കോയിറ്റ്സ് ബോർഡ് എന്ന് മാറ്റി പറയേണ്ട ഒരു സ്ഥിതിയാണ്. എല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുള്ളൊരു കൂട്ടക്കവർച്ച. ഇതിന് ഹൈക്കോടതി ഇത്തരത്തിൽ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് പറഞ്ഞ അഭിപ്രായം തീർത്തും പ്രസക്തമാണ്. പക്ഷേ ഈ അന്വേഷണത്തിന്റെ ശക്തി സ്രോതസ്സുകളായിട്ട് ഈ പ്രതികൾക്ക് നിൽക്കുന്ന ആളുകളിലേക്ക് അന്വേഷണം എത്താൻ തക്ക രീതിയിൽ ഹൈക്കോടതി അതിന് കുറച്ചുകൂടി ശക്തമായ നടപടികൾ എടുക്കണം. അത് കേസ് കേൾക്കുന്ന കോടതിയാണ് ചെയ്യേണ്ടത്, ജാമ്യ ഹർജി പരിഗണിച്ച കോടതിയല്ല. ഈ കേസ് കേൾക്കുന്ന ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് കൂടുതൽ തലങ്ങളിലേക്ക് പോകാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൂടി ഇതിൽ ബന്ധിപ്പിച്ചുകൊണ്ട് CBI പോലുള്ള അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ടല്ലാതെ ഇതിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു വരില്ല. ഈ കൊള്ള സംഘത്തിന്റെ ശക്തി സ്രോതസ്സുകൾ ആരൊക്കെയാണ് എന്നറിയണമെങ്കിൽ അത്തരം അന്വേഷണത്തിലൂടെ പോകൂ. ഇതിൽ നഷ്ടപ്പെട്ട സ്വർണം കടൽ കടന്നോ എന്നറിയണമെങ്കിൽ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ സഹായം ഉണ്ടായേ പറ്റൂ. ആ നിലയ്ക്കുള്ള ഗൗരവം ഇതിന് ഹൈക്കോടതിയുടെ അന്വേഷണം മോണിറ്റർ ചെയ്യുന്ന ബെഞ്ചിൽ നിന്നുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, വളരെയധികം നന്ദി ശ്രീ RV ബാബു പ്രതികരിച്ചത്. തിരികെ രേഷ്മയിലേക്ക്. രേഷ്മ, ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ച എന്നാണ് ഹൈക്കോടതി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒരു സുപ്രധാന നിരീക്ഷണം. പക്ഷേ നമുക്കറിയാം പല ഘട്ടങ്ങളിലായി അന്വേഷണം വഴിമുട്ടുന്ന പല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കേസിൽ. അപ്പോഴൊക്കെയും ഹൈക്കോടതി വടിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് SIT പല നടപടികൾ സ്വീകരിച്ചതും. അങ്ങനെയാണ് ഈ ഒരു കേസിന്റെ പോക്ക്. അതിന്റെ ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നൊരു സുപ്രധാനമായ ഒരു നിരീക്ഷണം കൂടി ഹൈക്കോടതി നടത്തുന്നത് അല്ലേ? അതേ അമലെ, അദ്വൈതം സിനിമയിലെ ആ ഈരടികൾ ഏറെ പ്രസക്തമാണ്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ കാര്യത്തിൽ ഭക്തരൊക്കെ തന്നെ അതേ ഒരു മാനസിക വിചാരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതേ വികാരത്തോടു കൂടി തന്നെയാണ് അവരും ചോദിക്കുന്നത്. അത് ഹൈക്കോടതിയുടെ ഉത്തരവിലും ജഡ്ജി അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ടത് ഇതൊരു കൂട്ടക്കവർച്ചയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടുപ്രതികൾ നിരവധി ഉണ്ടാകാം. ഇപ്പോൾ നിലവിലുള്ള 13 പ്രതികൾ, അതാണ് ലിസ്റ്റിലുള്ളത്. ആ 13 പ്രതികൾക്കപ്പുറത്തേക്ക് ഗൂഢാലോചനയിൽ ഭാഗം
വിപുലമായിട്ടുള്ള ആളുകൾ നിരവധി ഉണ്ടാകാം, ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഉണ്ടാകാം. മാത്രമല്ല ഇതിൽ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് SIT സംഘത്തിൻ്റെ പക്കൽ 13 പ്രതികളെ ലിസ്റ്റിലുള്ളൂ. പക്ഷേ ED അന്വേഷിക്കുന്ന കേസിൽ അല്ലെങ്കിൽ EDയുടെ ECIR മേൽ അവർ ഇപ്പോൾ നിലവിൽ ചോദ്യം ചെയ്യാനായിട്ടിരിക്കുന്നത് 32ഓളം പ്രതികളെയാണ്, അല്ലെങ്കിൽ 32ഓളം ആളുകളെയാണ്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് SIT സംഘം ഇതുവരെ കടന്നിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൂടാതെ തന്നെ ഹൈക്കോടതി ഇന്ന് ഈ ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഈ കൂട്ടക്കവർച്ചയിൽ പങ്കാളികളായിട്ടുള്ള മറ്റുള്ളവരിലേക്കും അന്വേഷണം എത്തണം. അതായത് പ്രതികളെല്ലാവരും അയ്യപ്പ ഭഗവാന്റെ സ്വത്ത് കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. കൂട്ടുപ്രതികൾ ഇനിയും എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെയും കൂടി പിടികൂടണം, അവരിലേക്കും അന്വേഷണം എത്തണം. മാത്രമല്ല ഈ 474 കേവലം 474 ഗ്രാം സ്വർണം മാത്രമേ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ, വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഈ 4147 ഗ്രാം സ്വർണം, ആ സ്വർണത്തിൽ 474 എന്ന് പറയുമ്പം ഏറ്റവും തുച്ഛമായിട്ടുള്ളത് തന്നെയാണ്, ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ബാക്കി സ്വർണം വീണ്ടെടുക്കേണ്ട ഉത്തരവാദിത്വം SITക്കുണ്ട്. അത്തരത്തിൽ വിപുലമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് SIT സംഘം കടക്കണം. അതിനിടയിലാണ് ശങ്കർദാസിനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ ശങ്കർദാസിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ വിമർശനത്തിന് വിധേയമാകുന്നത്. കാരണം ഈ ശങ്കർദാസിന്റെ അറസ്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കാരണം ശങ്കർദാസ് എന്ന് പറയുന്ന വ്യക്തി VHP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അനിൽ വിളയിൽ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അനിൽ വിളയിൽ, ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുകയാണ്. ശബരിമല നടന്നത് കൂട്ടക്കവർച്ചയെന്നാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. ആ നിരീക്ഷണത്തിന് ഹൈക്കോടതി ഒരു ചലച്ചിത്ര ഗാനം ഉദ്ധരിച്ചുകൊണ്ടാണ് അത് നടത്തിയത്. എങ്ങനെ നോക്കിക്കാണുന്നു? പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നുള്ള ചലച്ചിത്ര ഗാന വരികളാണ് ഹൈക്കോടതി ഉദ്ധരിച്ചത്. ഹൈക്കോടതിയുടെ ആ നിരീക്ഷണം വളരെ സത്യസന്ധമാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കള്ളന്മാര് പഞ്ചാഗ്നി അല്ല 100 അഗ്നിയുടെ മധ്യേ തപസ് ചെയ്താലും അതിന്റെ അടുത്ത് പോയിരുന്നാൽ പോലും ഏക്കാത്ത വലിയ പുറംചട്ടയുള്ള കൊള്ളക്കാരാണ് ഇവരെല്ലാവരും തന്നെ. ഇവർക്കിതൊന്നും ഈ പരാമർശം കൊണ്ട് നാണം തോന്നുകയാട്ട്, അഭിമാനക്ഷതം വരികയാട്ട് ഒന്നും ഉണ്ടാകുകയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇതിന്റെ അന്വേഷണം ചെല്ലണം. കടകംപള്ളി സുരേന്ദ്രന്റെ കൂട്ട് കളങ്കിതനായ ഒരു വ്യക്തിയെ ദേവസ്വം വകുപ്പ് പിണറായി വിജയൻ ഏൽപ്പിച്ചത് എന്തിനാണ്? കുറെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ അല്ല ഭാരതത്തിനെ തന്നെ ഞെട്ടിച്ച ഏറ്റവും വലിയ വ്യാജ ചാരായ വിൽപ്പന നടന്നൊരു സംഭവമുണ്ട്. തിരുവനന്തപുരം ജില്ലയില് മണിച്ചൻ എന്ന് പറയുന്ന ആളുടെ, ആ മണിച്ചൻ എന്ന് പറയുന്ന ആളിന്റെ ഡയറിക്കകത്ത് എല്ലാ മാസവും കൃത്യമായി മാസപ്പടി വാങ്ങുന്ന ആളുടെ പേരുണ്ടായിരുന്നു. ആ പേര് എന്തായിരുന്നു? അന്നത്തെ CPMന്റെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാവ്, ജില്ലാ സെക്രട്ടറി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. അത്തരത്തിൽ കളങ്കിതനായ ഒരു വ്യക്തി, ഒരു സ്ത്രീയുടെ വോയിസ് ക്ലിപ്പ് പുറം ലോകം കേട്ടിട്ടുള്ളതാണല്ലോ. അത്ര ആഭാസനായിട്ടുള്ള കള്ളനായിട്ടുള്ള ഒരു വ്യക്തിയെ ദേവസ്വം ബോർഡിന്റെ ചുമതല ഏൽപ്പിച്ചത് പിണറായി മനഃപൂർവ്വമാണ്. കള്ളനെ കാവലേൽപ്പിച്ചതിന് തുല്യമായിരുന്നു. കുറുക്കന്റെ കൂടിന്റെ താക്കോല് ഏൽപ്പിച്ചതിന് സമാനമായ സാഹചര്യം സൃഷ്ടിച്ച പിണറായിയും ഇതിന് ഉത്തരവാദിയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിരീക്ഷണം ശരിയാണ് എങ്കിൽ പോലും SITയുടെ അന്വേഷണം കൃത്യമായിട്ടല്ല മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു ഇടക്കാല ഒരു റിപ്പോർട്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുമത്തില്ലായിരുന്നല്ലോ. ഇനിയുള്ള ദിവസങ്ങളിൽ ബാക്കിയുള്ളവർക്കും ജാമ്യം സമാന സാഹചര്യത്തിൽ ലഭിക്കും. കാരണം ഒരാൾക്ക് കിട്ടിയ ജാമ്യം ബാക്കിയുള്ളവർക്കും അതേ അവകാശം ഉന്നയിക്കാൻ സാധിക്കും, കൂട്ടുപ്രതികൾക്കും. അന്നേരം ഇതൊരാസൂത്രിതമായ കൊള്ളയല്ല, ഇത് ലോകം കണ്ടിട്ടുള്ളതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഈ നടന്നിരിക്കുന്നത്. അടുത്ത സമയത്ത് ഫ്രാൻസിലെ ഒരു മ്യൂസിയം കൊള്ളയടിച്ചൊരു കഥ വായിച്ചിട്ടുണ്ട്. അതിനെ വെല്ലുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നൊരു സംഭവമാണിത്. ഇതിന്റെ വഴിത്താരകൾ പരിശോധിക്കുമ്പോൾ, ഇതിന്റെ റൂട്ട് മാപ്പ് വരച്ചു നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ തുടങ്ങി കടകംപള്ളി സുരേന്ദ്രൻ വഴി AKG സെന്റർ വഴി AICC ആസ്ഥാനം വഴി ഇറ്റലിയിലെ സോണിയയുടെ കുടുംബം വരെ ചെന്ന് ചേരുന്ന വലിയൊരു റോഡ് മാപ്പ് ഇതിന്റെ പിറകിലുണ്ട്. ആ റോഡ് മാപ്പിൽ കൂടി കൃത്യമായി CBIയും ഇന്റർപോളും സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ഇത് തെളിയും. കൃത്യമായി യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സനാതനധർമ്മ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരാട്ടത്തിന്റെ നാളുകളാണ്. അയ്യപ്പ ഭഗവാനാണ് യഥാർത്ഥത്തില് ഇതിന്റെ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അയ്യപ്പൻ നയിക്കുന്നത് കൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം നല്ലതാണ്, പക്ഷേ SITയുടെ അന്വേഷണം ഒരു തരത്തിലും സ്വാഗതാർഹമല്ല. വളരെയധികം നന്ദി ശ്രീ അനിൽ വിളയിൽ പ്രതികരിച്ചതിന്. തിരികെ രേഷ്മയിലേക്ക്. രേഷ്മ, ഇപ്പോൾ അനിൽ വിളയിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, നമുക്ക് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചു.
പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത്രയും ദിവസം അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ആ ഒരു ഗുരുതര വീഴ്ച SIT നടത്തിയതുകൊണ്ട് മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. അത്തരത്തിൽ ഇനിയും പ്രതികൾ ഇനി ഉടനെ തന്നെ മുരാരി ബാബുവിനും ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. അത്തരത്തിൽ ഒരു വീഴ്ച SITയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതും ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതല്ലേ? അതെ അമല്, അതായത് കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും പ്രതികൾക്ക്, അതായത് 90 ദിവസം പിന്നിട്ട് കഴിഞ്ഞാൽ നിയമാനുസൃതം സ്വാഭാവിക ജാമ്യത്തിന് ഏതൊരു പ്രതിക്കും അർഹതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബു ഇന്ന് വിജിലൻസ് കോടതിയെ സമീപിച്ചുകൊണ്ട് ജാമ്യ നീക്കം നടത്തിയിട്ടുള്ളത്. കാരണം ഹൈക്കോടതിയിൽ നിന്ന് ഈ ജാമ്യ അപേക്ഷ തള്ളിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കീഴ്ക്കോടതിയിൽ ഈ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹർജി നൽകാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ അത്തരമൊരു നീക്കം മുരാരി ബാബു നടത്തിയത്. ഈ പ്രതികളിൽ മുരാരി ബാബുവിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധിയാണ് 90 ദിവസം പിന്നിട്ടിരിക്കുന്നത്. ഹൈക്കോടതി അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജാമ്യത്തിന് അർഹതയുണ്ട്, 90 ദിവസം കസ്റ്റഡിയിൽ തുടരുകയാണ്. മാത്രമല്ല കുറ്റപത്രം സമർപ്പിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. എന്തായാലും ഈ വിജിലൻസ് കോടതിയിൽ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയുണ്ട്. പക്ഷേ ഈ പറയുന്ന പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി 2 മാസം മാത്രമേ പിന്നിടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയും സമയമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യം, എന്തുകൊണ്ടാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഇത്രയധികം SIT വൈകുന്നത്? നേരത്തെ ഹൈക്കോടതിയിലടക്കം ചില കാലാവധിയൊക്കെ തന്നെ നീട്ടി ചോദിച്ച് അങ്ങനെ ഹൈക്കോടതി അത് അനുവദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഒരു ഇടക്കാല കുറ്റപത്രം അല്ലെങ്കിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രതികൾക്കൊക്കെ തന്നെ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം അതിനെ തടയിടാനായിട്ട് SIT സംഘത്തിന് സാധിക്കുമായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ SIT സംഘം നടത്തിയില്ല. അത് തന്നെയാണ് കൂടുതൽ സംശയത്തിലേക്ക് നീളുന്നത്. ദ്വാരപാലക കേസിലാണ്, അല്ലെങ്കിൽ ദ്വാരപാലക പാളി കേസിലാണ് നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇനി കട്ടിളപ്പാളി കേസുണ്ട്. സ്വാഭാവികമായിട്ടും അയാൾ ഇനി അടുത്ത ദിവസം തന്നെ കീഴ്ക്കോടതിയെ സമീപിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ജാമ്യ നീക്ക ശ്രമങ്ങളൊക്കെ തന്നെ നടത്തും. എന്തായാലും SIT അന്വേഷണത്തിൽ മാത്രമല്ല വീഴ്ച വരുത്തുന്നത്, ഈ വിചാരണ ഘട്ടത്തിൽ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ കോടതിയിൽ ചെയ്യേണ്ടതുണ്ട്. 90 ദിവസത്തിനകം തന്നെ ഈ പ്രതികൾക്ക് അത് സ്വാഭാവിക ജാമ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ പൂർണ്ണമായിട്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കാനായിട്ട്, കാരണം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ സാഹചര്യമില്ല. അതുകൊണ്ട് പക്ഷേ ഒരു ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അതിന് തടയിടാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താമായിരുന്നു. പക്ഷേ അത് ഇതുവരെയും SIT സംഘം നടത്തിയിട്ടില്ല. എന്തായാലും SITയുടെ അന്വേഷണത്തിലെ വീഴ്ചകൾ ഓരോന്നായിട്ട് എണ്ണിയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള A ബദറുദ്ദീൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യം, ശങ്കരദാസിന്റെ കാര്യത്തിൽ നേരത്തെ SIT സംഘം എടുത്തിട്ടുള്ള ഒരു ലഘുവായ സമീപനം, ആ ലാഘവത്വം ഇനി തുടരാൻ സാധിക്കില്ല. കാരണം നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ശങ്കരദാസ്. പക്ഷാഘാതം സംബന്ധിച്ചുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും അതുൾപ്പെടെയുള്ള കാര്യങ്ങളുമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കസ്റ്റഡിയിൽ തുടരുന്നത് ആശുപത്രിയിൽ, പോലീസിന്റെ കസ്റ്റഡി തന്നെയാണെങ്കിൽ കൂടിയും ആശുപത്രിയിലാണ്. പക്ഷേ ആശുപത്രിയിൽ തുടരേണ്ട ഗുരുതര രോഗമാണോ ശങ്കരദാസിനുള്ളതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടാണ്. സൂപ്രണ്ട് നൽകുന്ന റിപ്പോർട്ട് 27-ാം തീയതിക്കുള്ളിൽ തന്നെ ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. അത് രജിസ്ട്രാർ മുഖേന ജസ്റ്റിസ് ബദറുദ്ദീൻ പരിശോധിക്കും. അതിനുശേഷം ചില തീരുമാനങ്ങളിലേക്കും ഹൈക്കോടതി കടക്കുകയും ചെയ്യും. എന്തായാലും അത് അത്ര ആയിരിക്കില്ല ഒരുപക്ഷെ SIT സംഘത്തിന്. അമൽ, യെസ്, എന്തായാലും ശബരിമലയിൽ നടന്നത് കൂട്ടക്കവർച്ചയെന്ന ഹൈക്കോടതിയുടെ സുപ്രധാനമായ നിരീക്ഷണം. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയ വേളയിലാണ് ഹൈക്കോടതിയുടെ നിർണായകമായ പരാമർശമുണ്ടായത്. പഞ്ചാഗ്നി മധ്യേ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്നുള്ള ചലച്ചിത്രഗാന വരികളാണ് ഹൈക്കോടതി ഉദ്ധരിച്ചത്. ഏതൊരയ്യപ്പ ഭക്തനും അവളുടെ ഒരു വികാരം തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നതിനാണ്.